ഞെട്ടിക്കുന്ന വോയിസ് ക്ലിപ്പാണ് മക്കളെ എനിക്ക് കിട്ടിയത്. നമ്മുടെ സാബു മോനെതിരെ അനുമോളുടെ കസിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം. ആദ്യം ഒരു കാര്യം പറയുകയാണ്, വളരെ വളരെ ചർച്ചയാവുന്ന വോയിസ് ക്ലിപ്പാണ്. എന്തും സംഭവിക്കാം. ഒരുപക്ഷെ എനിക്ക് ഈ വീഡിയോ ഡിലീറ്റ് അടക്കം ചെയ്യേണ്ടി വരും. അത്രക്കും വിവാദമാവുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. എത്രയും പെട്ടെന്ന് കണ്ടു തീർക്കൂ എന്ന് പറയുകയാണ്. പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ വാർത്ത കൊണ്ടുവരുന്നല്ലോ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കണം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഓക്കെ പൊന്നുമക്കളെ, അപ്പോൾ ഈ ഒരു വോയിസ് ക്ലിപ്പ് നിങ്ങളൊന്ന് കേൾക്കണം. ഓക്കെ, ഇന്ന് നെവിന് എന്തോ ഒന്ന് പറഞ്ഞു, അതായത് നീ ഈ ഗ്രൂപ്പ് തകർക്കും എന്ന് പറഞ്ഞിട്ടില്ലേന്ന്. അപ്പൊ അവൻ പറയാ നെവിന്റെ അടുത്ത്, നീ എന്റെ മുന്നിൽ നിന്ന് മാറ്. എന്നിട്ട് നെവിൻ മുന്നിൽ നിന്ന് മാറിയപ്പോ മറ്റേ 3 പഞ്ച് കൊടുത്ത്. ഇവൻ എന്തിന് കൊള്ളാം ആ പഞ്ച്. വാത്താള എന്താ അതിന് പറയാ, വായ്ത്താളം അടിച്ചിട്ട്, ഞാൻ ബ്രോന്റെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന കാര്യാട്ടോ, വായ്ത്താളം അടിച്ചിട്ട് നെവിന് കൊടുക്കാൻ അവൻ അറിയില്ല, ആക്ഷൻ മാത്രം അവൻ അറിയാം. പിന്നെ അവൻ അറിയുന്ന ഒരു കാര്യം എന്താ അറിയോ, ടു ബി ഹോണസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും പറയാണ്, ഇന്നിപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, അക്ബറിന്റെ അടുത്ത് പറയുന്നതാണ്, ഞാൻ കരുതി അനുമോള് പാവാന്ന്, അനുമോള് പാവല്ലേ എന്ന്. അതും അക്ബറിനോട് ചോദിക്കുക. അപ്പൊ അക്ബർ പറഞ്ഞു, നിന്റെ തെറ്റിദ്ധാരണയായിരുന്നു. ആണല്ലേ? അപ്പൊ അക്ബർ, നിനക്കത് ഇപ്പോഴാണോ മനസ്സിലായതാടാ, ഞാൻ നിന്നെ പിരിയേറ്റി തരുകയല്ലല്ലോ. ഓ, നിങ്ങൾ പിരിയേറ്റല്ലാന്ന് എനിക്ക് അറിഞ്ഞൂടെ, കാരണം എനിക്ക് എന്താ കണ്ണ് കണ്ടൂടെ, എനിക്ക് എന്താ ഇവിടെ നടക്കുന്നൊക്കെ അറിഞ്ഞൂടെ എന്ന്. ഈ നടക്കുന്നൊക്കെ അറിയുന്ന ആളാണെങ്കിൽ ആണോ അല്ലേ എന്ന് പറഞ്ഞ് ഈ മറ്റേ അച്യുതാനന്ദനോ പിണറായി വിജയനെ പോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവോ? അവനൊരു സത്യം പറഞ്ഞ ഒരു സ്റ്റാൻഡും ഇല്ല. അവൻ എന്ത് അറിയാലോ, പ്രോട്ടീൻ പ്രോട്ടീൻ പ്രോട്ടീൻ, അത് മാത്രം അറിയാം, അല്ലാതെ ഒന്നും അറിയില്ല. ഇന്നിപ്പോ ഈ പ്രശ്നം ഉണ്ടാക്കാൻ എല്ലാ കാരണവും അവൻ തന്നെ. അവൻ പറയും, എനിക്ക് ചോറ് കുറച്ച് മതി. അപ്പൊ അത് എന്ത് ചെയ്യണം എന്നറിയോ, അരി ഇടുന്ന സമയത്ത് പറയണം പോയിട്ട്, എനിക്ക് ചോറ് വളരെ കുറച്ച് മതി എന്ന് പറയണം. പിന്നെ അനുമോൾ ഇന്ന് സാബുമാന് തീരെ കുറച്ചൊന്നും അല്ല ഇട്ട് കൊടുത്തത്. ഞാൻ ലൈവിൽ നല്ലോണം കണ്ടതാ. അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ടിട്ട് അതിലൊരു, ഞാൻ പറയട്ടെ, ഒരു കുറച്ച് പോഷൻ കുറവാ. അത് ഞാൻ പറഞ്ഞല്ലോ, അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അപ്പൊ ഭക്ഷണ കാര്യത്തിന് സാബുമാന് ഒച്ചടാൻ അറിയാമല്ലോ. പക്ഷെ ഗെയിമിന്റെ കാര്യം വരുമ്പോൾ സാബുമാന് എല്ലാരും പ്ലേസ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് സാബുമാന്. ഇപ്പൊ ഞാൻ ആരും വെറുപ്പിക്കാത്ത ആളാ, പക്ഷെ അതിന്റെ ഉള്ളിൽ പോയി നമ്മൾ എങ്ങനെ ആവും അറിയില്ലെങ്കിൽ കൂടി ഗെയിം കളിക്കേണ്ട സമയത്ത് നമ്മൾ ലോജിക്കലി കളിക്കണം, ടാക്ടിക്കലി കളിക്കണം. അതൊരു ഹ്യൂമാനിറ്റി ബേസിലും കളിക്കണം. അല്ലാതെ ഇപ്പൊ അനുമോള് പറയുന്ന പോലെ, അനുമോൾ എന്താ ചെയ്യുന്നത്, എത്ര പിണങ്ങിയാലും ആരോട് പിണങ്ങിയാലും അനുമോൾ ഇപ്പുറം പോയിരുന്നിട്ട് അവരെ കുറ്റം ഇങ്ങനെ കടകടകടാന്ന് പറഞ്ഞ എസ്സേ എഴുതൂല. അതുപോലെ സാബുമാന്റെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അതായത് ആദിലയും നൂറി ഇന്ന് അനുമോള് ഉച്ചയ്ക്ക് അനീഷിന്റെ അടുത്ത് സംസാരിച്ചപ്പോ ആദിലയും നൂറിയും പറഞ്ഞ്, അവക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ ഏതെങ്കിലും മണഗുണാഞ്ചന വേണോ, അനീഷ് ഉണ്ടല്ലോ ഇപ്പോ, അതന്നെയാണല്ലോ അവക്ക് വേണ്ടതെന്ന് പറഞ്ഞ്. ഈ സാബുമാൻ ഇവര് പറയുന്ന കേട്ടിരിക്കുന്ന മണഗുണാഞ്ചനാന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ ആദില, എന്താ പറയാ, അവക്ക് അറിയില്ല അവൾ എന്താ പറയുന്നതെന്ന് അവക്ക് അറിയൂല. ശരിക്കും പറഞ്ഞാല് എന്തൊക്കെയോ അവള് പറയാ, അവളെ ഭാഗം തെറ്റാന്ന് അവൾക്ക് മനസ്സിലായി. അപ്പൊ അത് കേട്ടിട്ട് ആണോ അല്ലേ എന്ന് ചോദിക്കാൻ സാബുമാൻ സത്യം പറയട്ടെ, ആരൊക്കെയോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് നല്ലതല്ലേ. സോറി അത് പരസ്യമാണേ. അതല്ലാതെ സാബുമാനെ കുറിച്ച് ആരോ എന്തോ പറഞ്ഞിട്ടുണ്ട്. അതായത് ബിഗ് ബോസിൽ ചെല്ലുമ്പോഴേക്ക് വഴക്കുണ്ടാക്കണം എന്നാണ് ചിലരുടെ ധാരണ. പക്ഷെ സാബുമാൻ അവിടെ പോയി ചെയ്യുന്നതിൽ എന്താ നല്ലതില്ലേ? സാബുമാൻ എന്ത് നല്ലത് ചെയ്യുന്നു? ഒരു കണ്ടന്റ് ഈ സാബുമാനും അക്ബറും കൊടുത്തിട്ടുണ്ടോ? നെവിൻ പിന്നെയും കൊടുത്തിട്ടുണ്ട്, കച്ചറ. ഒരു കണ്ടന്റ് സാബുമാൻ വന്ന മുതൽ ഇതുവരെ എന്തെങ്കിലും പറയുമ്പോ സാബുമാൻ നെവിനോട് പറഞ്ഞപ്പോ, ഞാൻ നിന്നെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്ത് ചെയ്യാൻ സാബുമാൻ കൂടിപ്പോയ ആണോ അല്ലേ എന്ന് ചോദിക്കുക. അല്ലാതെ ഈ സാബുമാനെ എന്തിനു കൊള്ളാം, സത്യം പറയട്ടെ. പിന്നെ ലാലേട്ടനോട് ചോദിക്കൂ, എന്ത് ചെയ്യാനാന്ന് പറ. ഈ സാബുമാന്റെ കുറച്ച് ഡയലോഗ് ഉണ്ട്, അത് റിപ്പീറ്റേഷൻ അല്ലാതെ ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളൂല. എന്നിട്ട് അനീഷയുടെ മുഖത്ത് നോക്കി സംസാരിക്കുക. അനീഷേട്ടാ നിന്ന് ഭക്ഷണം കഴിക്കുന്ന അവിടെ വഴക്കുണ്ടായപ്പോ, എന്നിട്ട് പോയി ഇവന് മുഖത്ത് നോക്കി സംസാരിക്കുന്ന ഒരേ ഒരു കാര്യം, ആണോ, ഓ അവരങ്ങനെയായിരുന്നോ, ഇവരിങ്ങനെയായിരുന്നോ. ഇതല്ലാതെ സാബുമാൻ എന്താ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്? സത്യം പറയട്ടെ, എനിക്ക് ഇന്നത്തെ ബിഗ് ബോസിൽ ആദിലന്റെ കുഴി വെട്ടി, എങ്ങനെ എന്തോ പറയൂല, കുഴി തോണ്ട് അങ്ങനെ എന്തോ പറയില്ല, അതാണ് സംഭവം. അപ്പൊ നൂറയാണെങ്കിലോ വീണ് പെട്ടും പോയി, രണ്ടാളോ അതിലും നൂറും പെട്ടും പോയി. ഇനി അവൾക്ക് അത് ഇങ്ങനെ എന്താ വെളുപ്പിച്ചെടുക്കുകയും വേണം, പക്ഷെ എത്ര തേച്ചിട്ട് വെളുക്കുന്നില്ല. അനുമോള് സമ്മതിക്കണം കേട്ടോ, റിയൽ സർവൈവർ എന്ന് പറഞ്ഞാല് അത് അനുമോൾ തന്നെയാ. ഞാൻ അനുമോളെ
സത്യം പറയട്ടെ, ഞാൻ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അനുമോള് ഈ എന്താ പറയാ, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് വരുന്ന ആളാരാന്ന് വെച്ചാൽ അത് അനുമോള് തന്നെ. ഇത്ര ആളെ എഗെയിൻസ്റ്റ് ആയിട്ടും അനുമോള് എന്താ പറയാ കരയുന്നുണ്ട്. മനുഷ്യനല്ലേ, കരഞ്ഞു പോവില്ലേ? അപ്പൊ ആദില കരഞ്ഞപ്പോ നീ എന്തിനാ ആവശ്യമില്ലാത്തതിന് കരയുന്നതെന്ന്. അനുമോള് കരയുമ്പോ കരച്ചിൽ കാട്. ആദിലക്ക് അനുമോളെ PR-നെ കുറിച്ച് പറയാം, അപ്പൊ നൂറേന്റെ മറ്റേ ഫൈനൽ 5-നെ കുറിച്ച് അനുമോക്ക് പറയാൻ പാടില്ല. പിന്നെ നീ എന്ത് കാണുന്നിട്ട് പൊന്നാര പ്രേക്ഷകരെ, ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് ഇന്നലത്തെ ആ വലിയൊരു പ്രശ്നമുണ്ടാക്കിയത് ഈ പറയുന്ന സാബുമോൻ മാത്രമാണ്. അതായത് അനുമോൾ കൊടുക്കുന്നത് നമ്മൾ കാണാം, നമ്മൾ മനുഷ്യന്മാരാണ്. അതായത് അനുമോൾ വളമ്പി കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ കറി കൊടുത്തിട്ടുണ്ട്. 2-3 പേർക്ക് കഴിക്കുന്ന അത്രയാണ് കറി കൊടുത്തത്. ഞാൻ പേഴ്സണലി എൻ്റെ ചാനൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, ഞാൻ അനീഷിന് സപ്പോർട്ട് കൊടുക്കുന്നു, ഷാനവാസിന്, അക്ബറിന്, എല്ലാവർക്കും സപ്പോർട്ട് കൊടുത്ത് സംസാരിക്കുന്ന ഒരാളാണ്. അവരുടെ ഭാഗം ശരിയാണെങ്കിൽ ഞാൻ സപ്പോർട്ട് കൊടുക്കും. അതുകൊണ്ട് ചിലർ എന്നെ അക്ബറിന്റെ PR എന്ന് പറയുന്ന, അനീഷിന്റെ PR എന്ന് പറയുന്നത്, അനുമോളുടെ PR എന്ന് പറയുന്നത്, എല്ലാവരുടെയും PR പേഴ്സണലി ഞാൻ ആവുന്നുണ്ട്. ഓക്കെ, ഇന്ന് നോക്കൂ, അനുമോൾ ചെയ്തത് ശരിയാണ്. അതുകൊണ്ട് 2ാമത്തെ വീഡിയോ ആണ് അനുമോൾ സപ്പോർട്ടായിട്ട്. അപ്പോൾ കസിന് പറഞ്ഞ കാര്യം ശരി എന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. വലിയ രീതിയിൽ വിവാദമാണ് കസിൻ്റെ ഈ ഒരു വോയിസ് ക്ലിപ്പ്. ഇനി തുടർന്ന് എന്താവും എനിക്കറിയില്ല. ഒരു പക്ഷേ നമ്മുടെ വീഡിയോ അടക്കം ഡിലീറ്റ് ചെയ്യാൻ ഭീഷണി വരുന്നുണ്ട്. അതായത് ഞാൻ പേഴ്സണലി ആരുടെ ഭീഷണിയും പേടിക്കൂല. യൂട്യൂബിൻ്റെ ഭാഗത്ത് നമുക്ക് കോപ്പിറൈറ്റ് തരികയാണെങ്കിലോ, അങ്ങനെ യൂട്യൂബിൻ്റെ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ മാത്രം ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഇനിയും സംസാരിക്കും. ഇപ്പോൾ അനുമോൾ തെറ്റ് ശരി ചെയ്താലും സംസാരിക്കും, തെറ്റ് ചെയ്താലും സംസാരിക്കും. പിന്നെ മക്കളെ, ഉടനെ അടുത്ത ലൈവിൽ വലിയൊരു കലഹമുണ്ടായി എന്ന് കേട്ടു. അത് എന്താണെന്ന് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പുമായി ഞാൻ ഉടൻ വരാം. ഓക്കെ, ബൈ.